വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യെ, വന്ദിപ്പിൻ വരദയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യെ, വന്ദിപ്പിൻ വരദയെ. എത്രയും തപശക്തി പുണ്ടജാമദജ്ഞനു സത്രാജിത്തിനു പണ്ടു സഹസ്രകരം പോലെ പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വൈക മഹാരത്നമല്ലി നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മഭൂവാമി ശ്രീദേവിയെ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പീനുപാസ്യരായുള്ളോർക്കുമുപാസ്യേ. ആഴിവീജികളനു വേലം എണ്ണുരകളാൽ തോഴികൾ പോലെ തവ ചാരുതൃപ്പാദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളിടു. വടിപറിയില്ല എന്നാണ് മഹാകവി കുമാരനാശാൻ കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വൈവിധ്യവും അനന്തവുമായ കവിതയ്ക്ക് മുന്നിൽ വിസ്മയത്തോടെ കൈകൂപ്പി നിൽക്കുവാനേ നമുക്ക്, എഴുത്തുകാരായ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മലയാള കവിതയുടെ നിർമ്മിതിയിൽ അത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അറിയാം. ആ നിർമ്മിതിയിൽ ജോലി തേടി പുറത്തു പോയ മലയാളികൾ കവിതയിലേക്ക് കൊണ്ടുവന്ന വിഭിന്നാനുഭവങ്ങൾ അത് പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. സത്യത്തിൽ ഇന്ന് മലയാള നിരൂപണ രംഗത്ത് ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. എല്ലാ അതിരി കണ്ടെത്താൻ കഴിയും. ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും ഇന്ന് നല്ല മലയാള കവിതകൾ ഉണ്ടാകുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മലയാളികളില്ലാത്ത അല്ലെങ്കിൽ സർഗാത്മകതയുള്ള, കലയുള്ള, പ്രതിഭയുള്ള മലയാളികളില്ലാത്ത ഒരിടവും ഇന്ന് മനോഹരമായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. ശരിക്കും കവിതയ്ക്കായിട്ടുള്ള ഈ പരിപാടി ഇതിൽ പരം ഭംഗിയായി എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇതേ ചിന്തയായിരിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ. നമുക്ക് നമ്മുടെ പരിപാടി ആശംസകൾ അർപ്പിക്കാനായിട്ട് മുംബൈക്ക് ഉള്ളിലുള്ളവരും പ്രിയവർക്ക് 4 പേരുണ്ട്. ഒരു ഗോവയിൽ ജോലിയിൽ വന്നവരാണ്. മുംബൈ പ്രതിനിധിച്ചുകൊണ്ട് പ്രിയ മേഡമുണ്ട്. നേരത്തെ എൻ്റെ ഇതിലേക്ക് പരിചയപ്പെടുത്തി. പ്രിയ മേഡത്തിന് എല്ലാവർക്കും അറിയാം, ഗോവയുള്ളവർക്ക് അറിയാം, മറ്റുള്ളവർക്കും പലർക്കും അറിയാം.
നാടക പ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. മുൻപിൽ ഞങ്ങളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനൊക്കെയുള്ള ഞങ്ങളൊക്കെ പഠിച്ചത് നിയമനത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ നിന്നാണ്. രണ്ട് വാക്കുകൾ സംസാരിക്കും. സ്ത്രീകളെ ഒരുപാട് സന്തോഷമുണ്ട് ഈ കവിതയുടെ കാർണിവൽ എന്ന ഈ ഒരു വേദിയിൽ വന്നിട്ട്. വളരെ മനോഹരമായ ടൈറ്റിലാണ് കാർണിവൽ. അതായത് ഒരു ക്യാമ്പ് എന്നുള്ളവർക്ക് ഉപരി 2 ദിവസം കവിതയെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും കളക്റ്റീവായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, കലയിലും സാഹിത്യത്തിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇനീഷ്യേറ്റീവ്സും ഓരോ കാര്യങ്ങളും നമുക്ക് മുമ്പേ ചരിച്ചവരോട് അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ എനിക്ക് വളരെ മനോഹരമായി തോന്നിയ ആ ഒരു കോണർ, നമുക്ക് മുമ്പേ ചരിച്ചവരെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് 2 ദിവസം കവിതയെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു ആശയമാണ്. പ്രത്യേകിച്ച് ഇതൊരു ചരിത്രപരമായ ഒരു മൊമെൻ്റാണ്. നമ്മളതിൻ്റെ ഗ്രാവിറ്റി ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും തീർച്ചയായിട്ടും അത് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ആദ്യമായിട്ടാണ് മുംബൈയിൽ ഒരു കവിതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു 2 ദിവസം എക്സ്ക്ലൂസീവായ കവിത മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഒരു എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ കണക്കൂർ സുരേഷ് കുമാർ, ഉദ്ഘാടകൻ മിസ്റ്റർ സെബാസ്റ്റ്യൻ, ആശംസ പ്രസംഗകർ പ്രിയ വർഗീസ്, രാമകൃഷ്ണൻ സാർ പാലക്കാട്, വേലായുധൻ സാർ, മറ്റ് മഹനീയ വ്യക്തിത്വങ്ങളെ. ഞാൻ ഒരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും സാഹിത്യത്തിന് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗോവയിൽ കഴിഞ്ഞ 11 വർഷമായി സാഹിത്യ സംഗമം നടത്തി വരുന്നു. അതിൻ്റെ വക്താവ് നമ്മുടെ ശ്രീ കണക്കൂർ സുരേഷ് കുമാറാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ ഭീഷ്മ പിതാമഹൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. കാര്യം അദ്ദേഹമാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അതിനുശേഷം ഇന്നും അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം ബോംബെക്ക് പോകുന്നു എന്ന് വരികയും എല്ലാ വർഷവും അദ്ദേഹം അതിന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവയിൽ ചില ആളുകൾ ഇപ്പോൾ സാഹിത്യവുമായി അടുത്ത് ബന്ധം പുലർത്തി വരുന്നു. അല്ലെങ്കിൽ സാഹിത്യ പരിപാടിയാണ് നടക്കുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന പോയട്രി കർണിവൽ, അതായത് കവിത ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയ, ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തിയ നമ്മുടെ പ്രിയ കവി സെബാസ്റ്റ്യൻ സാറിനെ കണ്ട സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല, എങ്കിലും അദ്ദേഹത്തെ പറ്റി വായിച്ച കുറച്ച് അറിവുകൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വാഗ്ദേവതയുടെ നമോവാദം. പ്രശസ്ത കവികളായ സെബാസ്റ്റ്യൻ സാറിൻ്റെയും ഇന്നിവിടെ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും ജേക്കബ് ഐസക് സാറിൻ്റെയും മുന്നിൽ 2 വാക്കുകൾ സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. പോയട്രി കണ്ണൂരിയുടെ പ്രവണത നിഴലിച്ചു കാണാം. ലളിതവൽക്കരണമല്ല, അത്യന്തം സങ്കീർണവും വൈവിധ്യപൂർണവുമാണ് ഉത്തരാധുനികതയിൽ കണ്ടുവരുന്നത്. പാരമ്പര്യ രീതി ഉപേക്ഷിക്കപ്പെട്ടു പ്രമേയത്തിലും ഭാഷയിലും പുതിയ കാലത്തിൻ്റെ പ്രവണത ചെയ്യുക. ഒരിക്കൽ ഒരു പ്രത്യേക പതിപ്പിന് വേണ്ടി, അതായത് വാഗ്ദേവതയുടെ ഒരു ഓണപ്പതിപ്പിന് വേണ്ടി കേരളത്തിലെ ഒരു പ്രശസ്ത കവിതയ്ക്ക് വേണ്ടി ഞാൻ സമീപിച്ചു. അതിനനുസരിച്ച് ചില വരികൾ എഴുതിയാൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടും. അത് വാങ്ങിച്ച് സുഖമായി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് വരാതെ. അതുകൊണ്ട് എന്നെ ഇല്ലല്ലോ. ഗാന്ധി ഒരു തപാൽ സ്റ്റാമ്പും, LKG ഒരു ബസ് സ്റ്റോപ്പും, EMS ഒരു ഭവന പദ്ധതിയായി, പ്രിയദർശിനി പൊഴിഞ്ഞു വീഴാറായ ഭവനവും, എല്ലാ ഉത്തരങ്ങളും ശരിയായ വഴിവക്കിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. വടിവൊത്ത അക്ഷരങ്ങൾ അവ നീണ്ടു നിവർന്നു കിടക്കുന്നു. കവിതയിൽ മാത്രമല്ല, സകല സാഹിത്യത്തിലും ഇന്നിത് കാണാം. പുതിയ കാലത്ത് യന്ത്രമനുഷ്യൻ ഡ്രം ബീറ്റിൻ്റെ താളത്തിൽ അപസ്മാര ബാധ പോലെ കുറഞ്ഞു തുള്ളും. ഇവിടെ നടക്കുന്ന മൂല്യശോഷണം കൂടി കാലത്തൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഉത്തരാധുനിക സമൂഹത്തെ പോലും കവികളും കവിതയും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ഇരിക്കട്ടെ. പലപ്പോഴും എൻ്റെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ തിലകൻ ചേട്ടൻ എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെ എന്ന് പറയാം. വാഗ്ദേവതയിൽ വരുന്ന പല പാളിച്ചകളും
പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ എന്നെ തളർത്താതെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ മുന്നോടിയായോ പ്രയാണം ചെയ്യുന്ന കവിത എന്ന സർഗാത്മക ശാഖയുടെ ജനിതക രേഖകളിലൂടെയുള്ള അന്വേഷണമാണ് കവിതയെക്കുറിച്ചുള്ള നേരെഴുത്തുകൾ. സത്യാന്വേഷണം എന്ന നൈരന്തര്യമായ ഇടപെടലുകൾ കവിതയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ, കുറിപ്പുകൾ എന്നിവകളിൽ വീണ്ടെടുക്കാനാവണം. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ ദാർശനികമായ ഉൾക്കാഴ്ച കണ്ടെത്തുന്നതിനപ്പുറം സമകാലിക കവിതയുടെ സുതാര്യതയെ അടയാളപ്പെടുത്തുന്നതുമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇവിടെ ആദ്യമായി പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീമതി സുധാ ജിതേന്ദ്രനാണ്. ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ഇങ്ങനൊരു അവസരം തന്ന കടക്കൂർ സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രൂപീകരിച്ച ഗ്രൂപ്പിൽ കണ്ട ഒരു വാചകം എന്നെ വളരെയധികം ആകർഷിച്ചു. അതിൽ കടക്കൂർ സാർ എഴുതിയിരിക്കുന്നത് ഇതിന് സംഘാടകരില്ല, നമ്മളെല്ലാവരും കൂടി നടത്തുന്ന പരിപാടിയാണ്. ആ ഒരു ചേർത്ത് പിടിക്കൽ, ആ ഒരു സ്നേഹം തന്നെയാണ് ഞാൻ രാജേഷ് ചേച്ചിയോടും വാസനാ സാറിനോടുമൊപ്പം അവയെ ഉൾക്കൊണ്ടുകൊണ്ട് ശില്പപരമായ രചനാ ചാതുരിയാൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് സമകാലിക മലയാള കവിത. ഭാവന, ഭാഷാശൈലി, രൂപം, അനുഭവങ്ങൾ, അവബോധം, സാങ്കേതികത, സ്വാതന്ത്ര്യം തുടങ്ങി വൈവിധ്യമാർന്ന സവിശേഷതകൾ സമകാല മലയാള കവിത ഉൾക്കൊള്ളുന്നു. സാമൂഹ്യ ബോധമുള്ള ഒരു പൗരൻ കൂടിയാണ് കവി എന്നിരിക്കെ കവിതയുടെ ആവിഷ്കാരത്തിലും ആഖ്യാന ശൈലിയിലും സാമൂഹ്യ മാറ്റങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് സമകാല മലയാള കവിത. ഇന്ന് ശാസ്ത്ര സംസ്കാരത്താൽ കവിതയ്ക്ക് വെളിയിലായിരുന്ന പുതുമ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാവുകയും ആ സ്വാഭാവികതയിൽ നിന്ന് രചനയും ആസ്വാദനവും കൈവരിക്കുകയും ചെയ്യുന്ന സാധാരണമായ കാലം കൂടിയായി. മലയാള കവിതയെ രൂപത്തിലും ഭാഷയിലും അനുസ്യൂതം നവീകരിക്കാൻ ശ്രമിച്ച കരുത്തുറ്റ കാഴ്ചപ്പാടുള്ള സമകാലിക മലയാള കവിയാണ് സച്ചിദാനന്ദൻ. പീഡനത്തിന്റെയും അടിച്ചമർത്തലിന്റെയും കാലങ്ങൾ വലിയ കവിതകൾ സൃഷ്ടിക്കുന്നതും ഒരു പക്ഷേ ആഹ്ലാദത്തിന്റെ കാലത്താണ് അത് വേണ്ടതെങ്കിലും അഗാധമായി ഒരു കവിയെ ചലിപ്പിക്കുന്നത് ദുഃഖമാണെന്നും സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. കവിയുടെ ലോകത്ത് വിപ്ലവത്തിന് സ്ഥാനമുണ്ട്. ചുറ്റും ബലികൾ നടക്കുമ്പോൾ കവിക്ക് നിശബ്ദനാകാൻ കഴിയില്ലെന്നും തെരുവ് രക്തം കാണിക്കാൻ നെരൂദേനെ പോലെ നിലവിളിക്കേണ്ടി വരുന്നെന്നും കവി സച്ചിദാനന്ദൻ എന്ന കവി ഏറ്റവും ആധുനികമായ, ഏറ്റവും പുതിയ ജീവിതവുമായി കൂടുതൽ സംവദിച്ച ഒരു കവിയുടെ ഏറ്റവും കാൽപ്പനികമായ അതിൻ്റെ രചനയുടേതായ സൗന്ദര്യത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ സച്ചിദാനന്ദൻ എന്ന കവി അതിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. കലാപവുമായി ബന്ധപ്പെട്ട് എഴുതിയ കവിതകൾ, അത് നമ്മുടെ കടപ്പനട്ടയുടെ ക്യാമ്പ് എന്ന് പറയുന്ന കവിതകളോടൊപ്പം അതിനൊപ്പം നിൽക്കുന്ന കവിതകൾ എഴുതിയ ആ രാഷ്ട്രീയക്കാരനായ, അല്ലെങ്കിൽ കവിതയിലൂടെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന, അതായത് ഈസ്തറ്റിക്സോടുകൂടി കവിതയുടെ എല്ലാ സൗന്ദര്യത്തോടുകൂടി രാഷ്ട്രീയം പറയുന്ന ആ ശക്തിയിലേക്ക് എന്തുകൊണ്ട് ഒരു പക്ഷേ ലഘു പ്രബന്ധമായതുകൊണ്ടാവും അതുകൂടി പറയേണ്ടിയിരുന്നോ അല്ലെങ്കിൽ അത് സൂചിപ്പിക്കേണ്ടിയിരുന്നോ എന്ന എനിക്കൊരു സംശയം സംഭവം. സച്ചിദാനന്ദൻ നമുക്കറിയാം, അദ്ദേഹം അതിനെ പ്രതിപാദിച്ചിട്ടില്ല. ആ ഒരു കുറച്ച് വരികൾ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. വരൂ, അയാൾ കട തുറക്കുമ്പോൾ ഡയനാമയും വീലുകളും പ്രീവീലും അതിൻ്റെ ഹാൻഡിലും ഒക്കെ പല ഭാഗത്തായിരിക്കും. 1-2 മണിക്കൂർ കൊണ്ട്
അയാൾ വീലും പ്രീവിയിലൊക്കെ യഥാവിധി ഘടിപ്പിച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സൈക്കിൾ അവിടെ ഉണ്ടാവും. ആ സൈക്കിൾ ചവിട്ടിയാൽ ഒരുപാട് ദൂരം പോകും. പല കുടുസുമുറികളിൽ, അവനവൻ്റെ എഴുത്തുമുറികളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന മനുഷ്യർ എല്ലാവരും കൂടി ഒന്നിച്ചു പോകുമ്പോൾ കവിതയുടെ സർഗാത്മകതയുടെ ഒരു ബഹുദൂരം മുന്നാൽ പോകാനുള്ള ഒരു യന്ത്രം, ഒരു സൈക്കിൾ ഇവിടെ രൂപപ്പെടുകയാണ്. നമ്മളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഈ കുടുസുമുറിയിൽ ഘടിപ്പിക്കപ്പെടുകയാണ്. അതൊരു കവിതയുടെ വലിയ ദൂരങ്ങളിലേക്ക് പോകാനുള്ള ഒരു സൈക്കിൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു യന്ത്രം, ഒരു സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് പോകാനുള്ള ഒരു ശക്തി ഇവിടെ രൂപപ്പെടുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇത് സായാഹ്നം വരെ ഈ ദിവസം അങ്ങേയറ്റം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാവട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധത്തിലേക്ക് പോകുന്നു. പ്രബന്ധം എഴുതിയത് കുറച്ച് ദീർഘമായിരുന്നു. എൻ്റെ അറിവിൽ ദീർഘമല്ല. നമ്മൾ പ്രബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗവേഷണം നടത്തി ഒരുപാട് റെഫറൻസ് ഒക്കെ ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എന്നുള്ള കുറ്റബോധത്തിലിരിക്കുമ്പോഴാണ് അത് കുറച്ച് ചുരുക്കേണ്ടതുണ്ട് എന്ന് എന്നോട് കണക്കൂർജി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടൻസ്ഡ് വെർഷൻ ഉണ്ട്. അത് എവിടേക്കോ വെട്ടി പണ്ടത്തെ ടെലഗ്രാം അയക്കുമ്പോൾ അമ്മായി വിറ്റു കൊച്ച് പെണ്ണ് എന്ന് പറഞ്ഞ പോലെ ആപ്പേ പോപ്പേ ഇറ്റ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് എഴുതേണ്ടി വരുന്ന രീതിയിലൊരു പ്രബന്ധം മാറുമ്പോഴുള്ള വിഷമമുണ്ട്. പക്ഷെ അത് പ്രബന്ധമായിട്ടില്ല എന്നുള്ള കുറ്റബോധവും എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആർഗ്യൂ ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ദീർഘമായത് ഫുൾ ആണോ കണ്ടൻസ്ഡ് ആണോ അതിലുള്ളത് മതിയില്ല. കുറച്ച് പാരഗ്രാഫൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ പോയി എന്ന് എനിക്ക് തോന്നുന്നു. പ്രതിരോധത്തിൻ്റെ കവിത പ്രതീക്ഷകൾ പ്രത്യാശകൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. സർഗാത്മകമായ അസ്വസ്ഥതകളുടെയും ഉത്കണ്ഠകളുടെയും അരൂപികളായ തൈഷണിക സമസ്യകളുടെയും ഉന്മാദത്തിൻ്റെയും പേരാണ് കവിത. എനിക്ക് തോന്നുന്നതാണ്. കവിതയ്ക്ക് അങ്ങനെ ഒരു ഡെഫിനിഷനൊന്നുമില്ല. കവിത നിരന്തരമായി നെഞ്ചു പൊള്ളിക്കുന്ന വിചാരത്തിൻ്റെ തടവുകാരനാണ് കവി. ചോദ്യമല്ല, ഞാനിത് സമകാലീന കവിതയെ സമകാലീന അവസ്ഥയുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ കണ്ടെടുക്കാൻ കൂടി താങ്കളുടെ ഈ പ്രബന്ധത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിൽ പ്രകൃതിയുടെ ഒരു പറയുണ്ടായി. പ്രകൃതിയെ സൃഷ്ടിക്കുന്ന ആൾ കവിയാണെന്ന് പറയുണ്ടായി. ഇതൊന്നും മലയാളത്തിൽ ഒരു കവിതയും എഴുതാത്ത ഒ വി വിജയനെ മലയാളത്തിൻ്റെ മഹാകവി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എം എൻ വിജയൻ മാഷയും കവിത എഴുതാത്ത എം എൻ വിജയൻ മാഷയും മലയാളത്തിൻ്റെ ഒരു വലിയ കവി എന്നുള്ള നിലയിലാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ നല്ല കണ്ടെടുത്തലിലുള്ള ഒരു പ്രബന്ധമായിരുന്നു ഇത്. പക്ഷേ എനിക്ക് ഗോപീകൃഷ്ണൻ്റെ പക്ഷേ ഗോപീകൃഷ്ണൻ്റെ പല ഇപ്പം സ്വാധീനമായിട്ട് വന്ന പല കവിതകളും അതിലെ രാഷ്ട്രീയമായ അവസ്ഥയോടുള്ള പ്രതികരണം എന്നതിൽ ഉണ്ടെങ്കിലും പലതും അതിൽ കവിത ചോർന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് മാത്രം പറയുന്നത്. പറയുന്നത് പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്നതാണ്. അതിങ്ങനെ വരിമുറിച്ച് എഴുതിയാൽ അത് കവിതയാവും എന്ന് ധരിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ അടുത്ത കാലത്ത് ആദില മുരളീധരൻ്റെ ഒരു കവിത ഗാസയിലെ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യുദ്ധത്തിൻ്റെ നടുവിലിരിക്കുന്ന കുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ പാടാൻ പോകുന്ന പാട്ട് ഏതാണ് എന്ന ആ ഒരു ചോദ്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കണ്ണിൽ നിന്ന് ഗ്രന്ഥികളെ പിടിച്ചു കൊലുക്കുന്ന ഒരു കവിത കടന്നു വരും. നിങ്ങളെ സ്പർശിക്കാതെ പോയ വെറുതെ ഓറൽ ഡയറി നടത്തിയാൽ അത് കവിതയാവില്ല. വെറുതെ ഞാൻ ഗോപീകൃഷ്ണനെ അല്ല പറയുന്നത്. ഗോപീകൃഷ്ണൻ്റെ കവിതകളാണ് എൻ്റെ സൂക്ഷ്മമായ എൻ്റെ കവിതകളെയൊക്കെ രൂപപ്പെടുത്തുന്ന എല്ലാവരെയും. സെബാസ്റ്റ്യനെ ഞാൻ പ്രത്യേകം അദ്ദേഹത്തിനും എന്തായാലും മുഖസ്തുതി പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിലൊരു സൂക്ഷ്മതയുണ്ട്. അത് കൈവിടാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ രാഷ്ട്രീയം? നിങ്ങളുടെ കവിതയുടെ ഈ സ്തെറ്റിക്സിനെ നിങ്ങൾ കൈവിടാതെ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നുണ്ടോ? അപ്പോഴേ നിങ്ങളൊരു കവിയാവുന്നുള്ളൂ. അപ്പോഴേ വായനക്കാർ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുള്ളൂ. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ഹൃദയത്തോട് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് വാക്കുകളും വചനം തന്നെ ദൈവമെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ആ വചനങ്ങൾ അതിൻ്റെ ദൈവത്വം എന്താ പറയണം,
അതിൻ്റെ മഹത്വം, അതിൻ്റെ ദിവ്യത നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിലൂടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ കവിതയിലൂടെ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിലിരിക്കുന്ന ആളുകളെ മുഴുവൻ അബ്യൂസ് ചെയ്ത് നിങ്ങളെ ഓറൽ മീൻസ് വെർബൽ ഹൈജീൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ തെറികൾ എഴുതി വെച്ചാൽ കവിതയാവില്ലല്ലോ. അപ്പോൾ കവിതയ്ക്ക് കവിതയുടേതായ ഒരു സിദ്ധിയും നൈസർഗികതയും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ കവിതയിൽ കൂടെ പ്രകാശിപ്പിക്കാനും കൂടി ശ്രമിക്കണം. അല്ലാതെ പച്ചയ്ക്ക് എഴുതി വെച്ചാൽ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആവുള്ളൂ. ഒരിക്കലും ഗോപികൃഷ്ണൻ്റെ കവിത അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനോടൊരു വിയോജിപ്പ് മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്നും ഇവിടെ പറഞ്ഞു. നന്ദി. സമകാലീന കവിതകൾ സർഗാത്മക സമൂഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ മറ്റു സാഹിത്യ കലാമേഖലകളെ അപേക്ഷിച്ചു കവിത എന്ന വിനിമയ രൂപം വളരെയധികം സംവാദ സാധ്യതകൾ ഉള്ള ഇടമാണ്. ആധുനിക കവിതയിൽ നിന്നും പുതുകവിതയിലേക്കും അവിടെ നിന്ന് സൈബർ ലോകത്തിലേക്കും കവിത സഞ്ചരിച്ചു കഴിഞ്ഞു. കവിതയുടെ കേവല രൂപങ്ങളും ഇന്ന് മാറിയിരിക്കുന്നു. വൃത്തനിബദ്ധവും താളനിബദ്ധവുമല്ല പൊതുവെ പുതുകവിതകൾ. എക്കാലവും സമകാലീനമായി തോന്നിക്കുന്ന കവിതകളാണ് ആധുനിക കവിതകൾ എന്ന് നമുക്ക് പറയാം. ആധുനിക കവിത രാഷ്ട്രീയ ജാഗ്രതയുടേതായിരുന്നു. ജീവിതം എന്ന രാഷ്ട്രീയമാണ് ഒരാളെ കവിതയിൽ ദാർശനികമായി എത്തിക്കുന്നത്. മലയാളത്തിലെ നവകവികളിൽ പലരും സമകാലീന സമസ്യകളിലൂടെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ അന്യവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാംസ്കാരിക അനുഭവങ്ങൾ ഇന്നത്തെ ലോകത്തിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള ആർജവം അവർക്ക് ഉണ്ടെന്ന് പറയാതെ വയ്യ. മൂല്യം കൽപ്പിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് മൂടിവെച്ചിരിക്കുന്ന നീറ്റലുകളിലേക്കും പൊള്ളലുകളിലേക്കും സമരം പോലെ കൊണ്ടു നടക്കുന്ന ജീവിതത്തിലേക്കും പുതുകവിത കടന്നു ചെല്ലുന്നുണ്ട്. ആലങ്കാരികമായ ഭാഷയോ മനോഹാരിതയോ മേമ്പടിയോ കവിതയിൽ കണ്ടില്ലെന്നവരാണ്. പക്ഷേ അവ ഉപയോഗിച്ച് പഴകിയ അല്ലെങ്കിൽ അത്രയൊന്നും വിലകൽപ്പിക്കാത്ത വാക്കുകളാൽ എഴുതപ്പെട്ടവ സ്ത്രീ ജീവിതത്തിന് മേലുള്ള നേർത്ത പോറലുകളിലേക്ക് ഉള്ളിൽ അതൊളിപ്പിച്ചു വെച്ച ആഴമുള്ള പ്രതിരോധങ്ങളിലേക്ക് ഈ കവിതകൾ സഞ്ചരിക്കുന്നു. ചോദിക്കുവാൻ ആളുണ്ട്, ഒരു പുലയനെ ചൊല്ലിയാൽ ചോദിക്കുവാൻ ആളില്ല. പണ്ഡിറ്റ് കർപ്പൻ ഈ വരികൾ എഴുതുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മഹാരാജ്യം ഈ ചോദ്യം നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പശുവിനെ തല്ലിയാൽ ചോദിക്കുവാൻ ആളുണ്ട്. പശുവിനെ തല്ലിയാൽ ചോദിക്കുവാൻ ആളുണ്ട്. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനതയെ തല്ലിയാൽ ചോദിക്കുവാൻ ആരുമില്ല. ഈ ജാതിക്കുമ്പിയതിനെ ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ്. പക്ഷെ പ്രബന്ധം വളരെ ചെറുതായിരിക്കണമെന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ജാതിക്കുമ്പിയെല്ലാം ഇതിന് ഒഴിവാക്കിക്കൊണ്ട് ആ പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്ററുടെ ഏതാനും ചില വാക്യങ്ങൾ മാത്രം എന്ന പുള്ളിയെ ധരിച്ചത്. ശരിയാണ്, അവരെ പറഞ്ഞാൽ സമ്മതിക്കുന്നു. ഞാനടക്കമുള്ള കവികൾ എഴുതുന്ന പല കവിതകളും കണ്ടാൽ അത്തരം ഒരു ധാരണ വരാറില്ല. എൻ്റെ തന്നെ നാട്ടുകാരനാണ് സത്യചന്ദ്രൻ കോയിൽക്കാവ്. അദ്ദേഹം എഴുതിയ വെറും 2 വരിയുണ്ട്. കക്കയെ കുറിച്ചാണത്. എത്ര നേറിയിട്ടാണെന്നോ ഇത്രയും വെളുത്തത്. അത് കക്കയെക്കുറിച്ച് മാത്രമല്ല, കവിതയെക്കുറിച്ചും കവികളെക്കുറിച്ചും ഒക്കെ ആ വാചകം അന്വർത്ഥമാക്കാം. നേറി വെളിപ്പെടേണ്ട, നേറി വെളുത്തു വരേണ്ട ഒന്നായിരിക്കണം കവിതയും കവികളും എന്ന ഒരു ചിന്തയോടുകൂടി ഈ അടുത്ത പ്രഭാഷണത്തിനായി അമ്പിളിയെ ക്ഷണിക്കുകയാണ്. സമകാലിക മലയാള കവിത ആഖ്യാനത്തിലും ആവിഷ്കാര ശൈലിയിലും പുതുമയും വ്യത്യസ്തതയും കൊണ്ടുവരിക എന്നത് എക്കാലത്തെയും കവികളുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. ഒരു കാലത്ത് എന്നും എപ്പോഴും ഒരേ തരം കവിതകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന കവികളായിരുന്നു കഥയും കവിതയും രണ്ടായി തന്നെ നിൽക്കണം എന്നുള്ള പിടിവാശി പണ്ടത്തെ കവിതാ ബോധ്യങ്ങളിൽ പ്രബലമായിരുന്നു. അതേസമയം കവിതയും കഥയും തമ്മിൽ എക്കാലത്തും ഒരു ഇഴയടക്കം ഉണ്ടായിരുന്നതായി കാണാം. അങ്ങനെ നമ്മുടെ പൂർവ്വ കവികളുടെ ചില കവിതകൾ ഗദ്യം മുറിച്ചുള്ള പദ്യ കഥാഖ്യാനങ്ങളായി മാറി. അത്തരം കാവ്യകഥകൾ മനുഷ്യഹൃദയങ്ങളെ തരളിതമാക്കി. അതിന്റെ ഈണങ്ങൾ തലമുറകളിലൂടെ പടർന്നൊഴുകി. അങ്ങനെ നമ്മൾ കവിതയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അഭ്യസിക്കുന്ന ഒരു കഥയെ അന്വേഷിക്കുകയും അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനങ്ങളിൽ അഭിനമിക്കുകയും ചെയ്തു. ഇന്നും ക്ലാസ് മുറികളിലും വെളിയിലും ഇത്തരം കാവ്യ പഠന രീതി തുടരുന്ന കഥാസൗരഭ്യതയാണ്. ആട്ടത്തിന്റെ ദിക്കിലേക്ക് അവളും, അവിടെ അവൾക്ക് ഒരു പാട്ടുകാരനെ കിട്ടി, എനിക്കൊരു ആട്ടക്കാരിയെ. അവളെ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനു കാണണം? ഇത്രയുമാണ് കവിതയുടെ വരികൾ. ഈ വിധം കവിത അവസാനിക്കുമ്പോൾ അത് നൽകുന്ന സാമൂഹികവും സൗന്ദര്യശാസ്ത്രപരവുമായ അനുഭവമല്ല.
ഫാസിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിശിതമായും സൂക്ഷ്മമായും വിരാതമായ ഈ സവിശേഷതകൾ അനിവാര്യമായും കാൽപ്പനിക കവിതയുടെ പുഷ്പലാവണ്യത്തെ സ്വാധീനിക്കുകയുണ്ടായി. വികാരപരത, അർത്ഥത്തിന്റെ നാനാമുഖത, മധുരവും അവൈത്യവുമായ ശക്തമായ രൂപശില്പത്തിന് വേണ്ടിയ ഉഴറിയ കവികൾ അക്കാര്യത്തിൽ പ്രശംസാർഹമായ വിജയം കണ്ടെത്തി. ചുമലിലേറിയാണ് അവിടെ കുറച്ച് നീളം കൊടുക്കുകയാണ് കണ്ടത്. കവിയും സമൂഹവും തമ്മിലുള്ള ബന്ധം തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാലവും ദേശവും ഈ ബന്ധത്തിൽ സങ്കീർണമായ പല മാനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കവി മാർഗദർശകനും നേതാവും ശല്യക്കാരനും കുറ്റവാളിയുമായി ചിത്രീകരിക്കപ്പെടാം. സമൂഹം അധികാര ശക്തികളുടെ ശാസനയുള്ളതാകുമ്പോൾ കവി നിഷേധയുടെ മുഖമുള്ളവനായി തീരാറുണ്ട്. സ്നേഹത്തിന്റെയും അനുഭാവത്തിന്റെയും വളർച്ചയ്ക്ക് പ്രേരണ നൽകി നഷ്ടമായ പരമേശ്വരുടെ തിരിച്ചുവരവനായി മനസ്സുകളെ പാകപ്പെടുത്തലും കവിധർമ്മമാണ്. മലയാള കവിത പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വ്യക്തിത്വത്തിലൂടെയാണ്. മാറ്റത്തിന്റെ വാഹനമായി കവിതാ സാഹിത്യം ഉദാഹരിക്കാമെങ്കിലും മലയാള കവിതയിൽ ഭാവുകത്വ പരിണാമം വളരെ മന്ദഗതിയിലേ സംഭവിക്കുകയുള്ളൂ. ഭൂതകാലത്തിന്റെ ഭാരം വൃത്തത്തിന്റെയും പ്രാസത്തിന്റെയും കാവ്യരൂപനിഷ്ഠകളുടെയും രൂപത്തിൽ കൈക്കൊണ്ടിരുന്ന ഭാഷാ കവിത വെൺമണി നമ്പൂതിരിമാരിലൂടെയാണ് ഭാരതത്തിന്റെ പരാതി. ഭവാനെയാർ കാണുമോ ചരാചര പ്രേമാഞ്ജനം എഴുതിയ ചക്ഷുസില്ല ഞാൻ. ഇത് എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ട്രൂത്ത് സെഡ് നോട്ട് ഇൻ ഔട്ട്സൈഡ് സെർച്ച് ഇൻസൈഡ്. ഇത് പാടിയ മറാഠി കവിശ്രേഷ്ഠൻ മങ്കേഷ് പാഡ്ഗാവക്കറേയും ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ബാക്കി ഭാഗം തുടരാനായി അശ്വതിയെ ക്ഷണിക്കും. Thank you, Auntie. Hello, good afternoon. Good afternoon. കഴിച്ചിട്ട് എല്ലാവർക്കും ഒരു ലേസിനെസ്. Okay, so and in March 2014, the Mumbai Literary Friendship Group organized a 2-day story camp at New Bombay Culture Center, which is in Khobalhedni. The camp turned out to be more successful than what we anticipated. Based on the interest expressed by a few of the participants, it was decided back then that the organizers would be also organizing a poetry camp as well. Zata Zata gain mi, Gata Gata zain mi. Zata Zata gain mi, Gata Gata zain mi. Gelyavarhi ya Gaganatil, Geetan Madhuni rahin mi. The first poem will be presented by Shri Vijay Joshi. I would like to say a few words about Mr. Vijay Joshi. He is a Marathi poet, writer, lyricist, reviewer, known as Vijo, and he hails from Dombivli. He is working at High Media Laboratories Private Limited as an export manager. Malayali Marathi poem. I am the devotee of Lord,
Panduranga. That means Lord Vitthal means Vishnu. But nowadays I feel very helpless by watching all the wrong things in and around this society. So, through my poem, I am asking some questions to my Lord Panduranga, Lord Vishnu. Maybe these questions are in the mind of all of you, all of us. I am first reading the poem, whole poem in Marathi. After that, I will translate it in English language for you. दिसला तुझ्या घरीही अंधार पांडुरंगा, दिसला तुझ्या घरीही अंधार पांडुरंगा, वारीत ना कधी मी येणार पांडुरंगा. दिसला तुझ्या घरीही अंधार पांडुरंगा, वारीत ना कधी मी येणार पांडुरंगा. भेसळ सभोवताली नाही प्रसाद सुटला, भेसळ सभोवताली नाही प्रसाद सुटला. कुठवर पाहात बसणार, कुठवर पाहात सारे बसणार पांडुरंगा. भेसळ सभोवताली नाही प्रसाद सुटला, कुठवर पाहात सारे बसणार पांडुरंगा. आणि सुटका करून घेण्या गळफास मित्र झाला, सुटका करून invite all of us here. The poets and poetry between languages, across languages, should happen, and I am very happy that it is happening in this hall right now. Now, before I go to my poem, I would like to inform you about the Kavya Rasik Mandal Dombivli, which is a unique organization to which all three of us belong. And it was established in 1966, and today we are on the 59th year of that. So it is one of the longest running poetry forums in Maharashtra. To come here, and I'm very happy to listen to good Marathi poets here, and I was very much interested. I was taken by that poem that he said one day can be given back to us, like to make it a piece of art. That was really interesting. We are people from two different languages meeting together. So I'm very thankful to all of you that we are sharing our language and thoughts, and most important, the poetry with each other. That's why I have selected a very small poem which is about language. I think there is no need to have more explanation about that one. It's very simple. So first I am reading in Marathi, then I'll count in English. कावळ्यांना संस्कृत येते का? कावळ्यांना संस्कृत येते का? उंटांना अरेबिक, झाडांना बोली भिलोरी. മഴച്ചാറ്റൽ കുടിച്ചിറക്കും ഒഴിഞ്ഞ ഗലികൾക്ക് ഒരേയൊരു കൺട്രി ബാർ മാത്രം ആശ്വാസം. മഴച്ചാറ്റൽ കുടിച്ചിറക്കും ഒഴിഞ്ഞ ഗലികൾക്ക് ഒരേയൊരു കൺട്രി ബാർ മാത്രം ആശ്വാസം. സിഗ്നൽ മരത്തിൽ നനഞ്ഞൊട്ടിയ കാലൻ കാക്കകൾ, കാക്കകൾക്കും കാലനും തമ്മിലെന്ത്? वंदन करूया हात जोडूनी, वंदन करूया ठेवी मस्तक गुरुराया. तव पाया हात जोडूनी, वंदन करूया गुरुराया. ठेवी मस्तक तव पाया हात जोडू. Now, Praveen Tamale sir. Now, Dr. Veena Tyagaraj.
Session. I thought post lunch everybody will feel little bored, but I observed that everybody was enjoying this session very well. Thank you very much, our guest, to spend your precious time with us. Your precious time made our program special. Okay, thank you very much. അമ്മയുടെ